നമ്മൾ എല്ലാവരും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ കേട്ട് കാണും. അതായത് സ്ത്രീകൾക്ക് സൗജന്യം കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ, അതായത് KSRTCയിൽ സൗജന്യം കൊടുത്ത ആ പൈസ വീട്ടിലെത്തുന്നു, പുരുഷന്മാർക്ക് സൗജന്യം കൊടുത്തു കഴിഞ്ഞാൽ അത് സർക്കാരിന് തന്നെ കിട്ടുന്നു. എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറഞ്ഞതെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് എനിക്കത്ര ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ സ്ത്രീകളെല്ലാം മദ്യപിക്കാത്തവരും, ഒന്നും മദ്യപിക്കാതെ വെള്ളം ചവച്ചരച്ച് കുടിക്കുന്നവരും, പുരുഷന്മാരെല്ലാം മദ്യപിക്കുന്നവരും എന്നുള്ളൊരു തെറ്റായ ധാരണ അയാൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. സത്യത്തിൽ മദ്യപിക്കാത്ത പുരുഷന്മാരും മദ്യപിക്കാത്ത സ്ത്രീകളും ഈ ലോകത്തുണ്ട്. മദ്യപിക്കുന്ന പുരുഷന്മാരും മദ്യപിക്കുന്ന സ്ത്രീകളും ഉണ്ട്, നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ആ ഒരു പ്രസ്താവന ഞാനിങ്ങനെ ആലോചിച്ചു, എന്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നു. സത്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു അറിവില്ലായ്മ കൊണ്ടാവാം അങ്ങനെ പറഞ്ഞു പോയത്. അപ്പോൾ ശരിക്ക് എല്ലാ ആണുങ്ങളും കുടിക്കുന്നവരല്ല. പേഴ്സണലി ഞാൻ കുടിക്കുന്ന ഒരാളല്ല, കുടിക്കുകയോ സിഗരറ്റ് വലിക്കുകയോ ചെയ്യുന്ന ആളല്ല. അപ്പോൾ അതുപോലെ തന്നെ വലിക്കുകയും കുടിക്കുകയും ചെയ്യാത്ത പെണ്ണുങ്ങളുണ്ട്, വലിക്കുകയും കുടിക്കുകയും ചെയ്യുന്ന ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്. അത് മാത്രമല്ല, ഈ ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കേണ്ട ആവശ്യം യഥാർത്ഥത്തിലില്ല. ഒരുവിധ ആളുകൾക്ക്, സ്ത്രീകൾക്കടക്കമുള്ളവർക്ക് അറിയാം. കാരണം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ഒറ്റയ്ക്ക് സ്വന്തം വണ്ടിയിൽ ലഡാക്കിൽ വരെ പോയിട്ടെല്ലാം വരുന്ന കാലമാണത്. ഒറ്റയ്ക്ക് സഞ്ചരിക്കാനുള്ള ഒരു ആർജവം ഇന്നത്തെ കാലത്ത് എല്ലാ പെണ്ണുങ്ങൾക്കും ഉണ്ട്. മിക്കവാറും പുതിയ ജനറേഷനിലെ പെണ്ണുങ്ങൾക്കും ഉണ്ട്. പഴയ ജനറേഷനിൽ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി അദ്ദേഹം സംസാരിച്ചില്ല. പിന്നെ ഈ ഒരു കാര്യം, മുഖ്യമന്ത്രി പറഞ്ഞ ഈ ഒരു കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിവറേജിലേക്ക് അടയ്ക്കുന്നതിന് മുമ്പേ വണ്ടി എടുത്തുകൊണ്ട് പായുന്നവർ ഒന്ന് ആലോചിക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ പണവും പോക്കാണ്. നിങ്ങളുടെ പണവുമാണ് സർക്കാരിന് നിങ്ങളെ കൊണ്ട് കിട്ടുന്ന വരുമാന മാർഗ്ഗമാണ്. അപ്പോൾ അതൊന്ന് സീരിയസ് ആയിട്ടൊന്ന് ആലോചിക്കുക. അതായത് ഇനിയും ബിവറേജിലേക്കും ഓടി നിങ്ങളുടെ പണവും നിങ്ങളുടെ സമയവും നിങ്ങളുടെ ആരോഗ്യവും കളയരുത്. അതായത് മദ്യപാനം നന്നായിട്ട് കുറയ്ക്കുക. ഈ മദ്യത്തിൽ നിന്നും അതുപോലെ ലോട്ടറിയിൽ നിന്നും ഒക്കെയാണ് പലപ്പോഴും നമ്മൾ ഈ കാണുന്ന സൗജന്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഒരു ഫണ്ട് വകയിരുത്തുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ലോട്ടറി എടുക്കാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഏതെങ്കിലും ഒരു പാവപ്പെട്ട ആളുകൾ, അതായത് ചിലർക്ക് കണ്ണ് കാണാത്തവരോ ചിലർക്ക് നടക്കാൻ കഴിയാത്തവരോ, അങ്ങനെ സിമ്പതി തോന്നിയിട്ടാണ് ഞാൻ പലപ്പോഴും ലോട്ടറി എടുക്കാറ്. മിക്കവാറും ഞാൻ എടുക്കാറില്ല. അത്ര സിമ്പതി തോന്നിയാൽ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. അപ്പം നമ്മൾ ശരിക്കും ഒന്ന് ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മദ്യം പരമാവധി കുറയ്ക്കുക. മനസ്സിലായില്ലേ? മദ്യപാനം പരമാവധി കുറയ്ക്കുക. മാത്രമല്ല, പേഴ്സണലി എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ KSRTC ഇനി പരമാവധി ഉപയോഗം കുറയ്ക്കുന്നല്ല, പരമാവധി ഞാനിനി KSRTC നിവൃത്തിയുണ്ടെങ്കിൽ ഒഴിവാക്കും എന്നാണ് പറയാനുള്ളത്. കാരണം സ്ത്രീകൾ സൗജന്യ യാത്ര പോയിക്കോട്ടെ. പിന്നെ മദ്യപിക്കാറില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ, അത്രേ പറയാനുള്ളൂ.